സ്പാനിഷുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് അത്ര അവരുടെ ഈ ഒരു സ്പാനിഷ് ഓംലെറ്റ്. അത് നമുക്ക് ഉണ്ടാക്കിയാൽ എന്താ അല്ലേ? സാധാരണ ഉണ്ടല്ലോ ഇത് ഒലിവ് ഓയിലായിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഞാൻ ഈ ഒലിവ് ഓയിൽ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണൊക്കെ കാണിക്കുമ്പോൾ എനിക്ക് കമന്റിൽ വരാറുണ്ട് ഒലിവ് ഓയിൽ ഇങ്ങനെ ചൂടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, നമുക്ക് സാധാരണ ഓയിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ചൂടാക്കിയിട്ടേ രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ. ജസ്റ്റ് നടു വഴറ്റി കൊടുക്കുക. നീളത്തിൽ അരിഞ്ഞൊരു സവാള ഇട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഈ കണ്ട ഷേപ്പിൽ നല്ല കനം കുറച്ചിട്ട് വേണം കേട്ടോ അരിഞ്ഞെടുക്കാനായിട്ട്. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേണം നമ്മുടെ ഈ ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കാനായിട്ട്. ഇനി നന്നായിട്ട് അങ്ങോട്ട് വെന്ത് കഴിഞ്ഞാലേ ഒരു 5-10 മിനിറ്റ് അതിൻ്റെ ആ ഒരു ചൂട് അങ്ങോട്ട് ആറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ടെ 4 കോഴിമുട്ട, ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മളുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് മസാല ഉണ്ടല്ലോ അത് ഈ മുട്ടയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പാനിലോട്ടെ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ അകത്തേക്ക് വേണട്ടോ നമ്മളുടെ ഈ ഒരു മുട്ടയും പൊട്ടറ്റോ മിക്സ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ജസ്റ്റ് നമ്മളുടെ ഈ ഉരുളക്കിഴങ്ങ് എല്ലാ ഭാഗത്തും നല്ല രീതിയിലൊന്നും അങ്ങോട്ട് തട്ടിയിട്ട് കൊടുക്കണം.